ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, പാലക്കാട്ടെ തോൽവി നിങ്ങളെല്ലാവരെയും ഞെട്ടിക്കുന്ന വലിയ തോൽവിയാണ്. അത് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെതിരായ ഒരു പടനീക്കത്തിനുള്ള ആയുധമാകുന്നുണ്ടോ ഏതെങ്കിലും പക്ഷത്തിന്? ബി ഗോപാലകൃഷ്ണൻ. എന്തായതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. സ്വാഭാവികമായിട്ടും ഒരു പരാജയം ഉണ്ടാവുമ്പം പരാജയത്തിന് പിതാക്കന്മാരില്ലല്ലോ, വിജയത്തിനാണല്ലോ പിതാക്കന്മാര്. പരാജയത്തിന് പിതാക്കന്മാരുണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വിമർശിക്കപ്പെടും. അത് എല്ലാ പാർട്ടിയിലും എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലത്തും നടക്കാറുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും വിമർശനം ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതൊക്കെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വിമർശനത്തിനെ കാണാൻ എല്ലാവർക്കും കഴിയണം. പരാജയം തന്നെയാണ്. തീർച്ചയായിട്ടും അതൊരു പരാജയം തന്നെയാണ് പാലക്കാട്ടെ കാര്യം. ആ പരാജയത്തെ എങ്ങനെ നേർവഴിക്ക് കൊണ്ടുപോയി വീണ്ടും സംഘടന വിജയത്തിലെത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു കൂട്ടായ പരിശ്രമം ഉണ്ടാകണം എന്ന നിലയിൽ വളരെ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. ആ വിമർശനത്തെ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പാളി എന്നൊരു പക്ഷം, സി കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പാളി എന്നിങ്ങനെ പറയപ്പെടുന്നുണ്ട്. നേതൃത്വത്തിന് അത് ശരി എന്ന് തോന്നുന്നുണ്ടോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? അല്ല, അതൊന്നും പറയാൻ പറ്റില്ല എന്ന്. നേതൃത്വത്തിന് അത് ശരിയാണെന്ന് തോന്നിയിരുന്നെങ്കിൽ സ്ഥാനാർത്ഥിയാക്കുന്നല്ലോ. അതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. പല കാരണങ്ങളുണ്ട്. അതിലെ ഒരു കാരണമായിട്ട് വേണമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം, അത്രയേ ഉള്ളൂ. ശ്രീ എൻ ശിവരാജൻ നിങ്ങളുടെ മുതിർന്ന നേതാവാണ്. ശ്രീ ശിവരാജൻ അല്ലെങ്കിൽ അദ്ദേഹം പറയുകയായിരുന്നു, ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പഴയ ആഗ്രഹം അദ്ദേഹം ഒരിക്കൽ കൂടി പങ്കുവെക്കുകയാണ്. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇത് തന്നെയല്ലേ സന്ദീപ് വാര്യർ പറയുന്നത്? സന്ദീപ് വാര്യർ പറയുന്നത് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ ബി ജെ പി അവിടെ തോറ്റു എന്ന് പറയുകയാണ്. സന്ദീപ് വാര്യർ പറയേണ്ടതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ കുതിക്കറവ് പറയുന്നത് പോലെയാണ്. അത് സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് യോഗങ്ങൾ കൂടിയിരുന്നല്ലോ. പാലക്കാട് ജില്ലയിലെ യോഗം കൂടിയിരുന്നല്ലോ, സംസ്ഥാന യോഗം കൂടിയിരുന്നല്ലോ. അതിനൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. അത് അത്ര ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ശിവരാജൻ അവിടുത്തെ മുതിർന്ന പ്രവർത്തകനാണ്. അദ്ദേഹം നേരത്തെയും ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും പറയുന്നു. അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിത്തിന് മുമ്പ് ശോഭ സ്ഥാനാർത്ഥിയാവുന്ന നല്ലത് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട്ടെ ഏറ്റവും മുതിർന്ന വർഷങ്ങളായി സംഘടനാ പ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലുമുള്ള മത്സരിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ജയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ അറിയുന്ന ഒരാളാണ്. അവിടുത്തെ താഴെത്തട്ടിലെ അണ്ടർഗ്രൗണ്ട് മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹം. അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് നന്നായി മനസ്സിലാക്കാൻ അറിയാവുന്ന ഒരു നേതാവ് പറയുന്നതിൽ കഥയില്ലേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വൺസ് ഡിസിഷൻ ഹാസ് ബീൻ ടേക്കൻ ബൈ ദ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഓർ നാഷണൽ ലീഡർഷിപ്പ്, വി ഹാവ് ടു ബി അവെയർ. നമ്മൾ ഒരിക്കൽ സംഘടന ഒരു തീരുമാനമെടുത്താൽ സംഘടനയുടെ കൂടെ പോവുക, സംഘടനയോടൊപ്പം സഞ്ചരിക്കുക. അതാണ് ബി ജെ പി പ്രവർത്തകരുടെ ചുമതല. ആ ചുമതല ശിവരാജനും നിർവഹിച്ചിട്ടുണ്ട്. അതിൽ പാകപ്പിഴവുകൾ ഉണ്ടാവും. പാകപ്പിഴവുകൾ സംസാരിക്കും, പരിഹരിക്കും, പരിശോധിക്കും. അതേ ഉള്ളൂ. ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു പാലക്കാട് എന്നതിൽ തർക്കമുണ്ടോ? വീട് കിട്ടിയ വഖഫ് വിഷയം പോലുള്ള വിഷയങ്ങളുണ്ട്. അത് നിങ്ങൾ നന്നായി അവിടെ ഉപയോഗപ്പെടുത്തി. RSSന്റെ വലിയ ടീം ഇറങ്ങി. അതെപ്പോഴും ഇറങ്ങുന്നതാണെങ്കിൽ കൂടിയും ഒരു പടി കടന്ന് വിജയിച്ചേ മതിയാകൂ എന്ന രീതിയിൽ അവിടെ പ്രവർത്തിച്ചു. എന്നിട്ടും വല്ലാത്ത തോൽവി എന്തുകൊണ്ടാണെന്നുള്ളതാണ് നേതൃത്വത്തിന്റെ ഒരു ആലോചന. ബി ഗോപാലകൃഷ്ണൻ, ഈ വല്ലാത്ത തോൽവി എന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തോറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവിടെ ബി ജെ പിയുടെ ബേസിക് വോട്ട് എത്രയാ? ആഷ്മി അത് പഠിച്ചിട്ടുണ്ടോ? 2014 മുതൽ 2024 വരെയുള്ള 10 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മുടെ ആവറേജ് വോട്ട് എന്ന് പറയുന്നത് 40,000 ഒറ്റ പ്രാവശ്യം മാത്രമാണ് 50,000 എത്തിയത്. അതിനു മുമ്പ് 45,000 പോലും ആയിട്ടില്ല. കഴിഞ്ഞ ലോക്സഭയിൽ 43,000 അതിനു മുമ്പ് 39,000 അതിനു മുമ്പ് 40,000 അതിനു മുമ്പ് 25,000 അപ്പൊ സംഘടനാപരമായിട്ടുള്ള വോട്ടുകളൊക്കെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വിജയിക്കാൻ പ്രാപ്തമായ രീതിയിലുള്ള വോട്ട് നേടാൻ കഴിഞ്ഞില്ല. അത് രാഷ്ട്രീയത്തിൽ അല്ലാത്ത ഒരു വിശ്വമൗരനായിട്ടുള്ള, അല്ലെങ്കിൽ കേരളം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഈ ശ്രീധരൻ സാർ വന്നപ്പോഴാണ് ആകെ 50,000 വോട്ട് കിട്ടിയത്. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വോട്ടാണ്.
അതിനെ BJP മുഴുവൻ ജയിക്കണമെങ്കിൽ സംഘടനാപരമായി കണക്കാക്കരുത്. ബി ജെ പിക്ക് പുറത്തുള്ള വ്യക്തിപ്രഭാവമുള്ള നേതാക്കൾ നിന്നെങ്കിലേ കാര്യമുള്ളൂ എന്നർത്ഥം അതിനുണ്ടോ? ബിഹാർ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് ഇതുപോലെ വ്യക്തിപ്രഭാവമുള്ള നേതാവാണ്. അവിടെ പാലക്കാട് വിജയത്തോട് അടുപ്പിച്ച ഡി ശ്രീധരനാണ്. BJPയിലേക്ക് വന്നതാണ്, വ്യക്തിപ്രഭാവമുള്ള നേതാവാണ്. അപ്പോൾ പാർട്ടിക്ക് സ്വന്തമായി ജയിക്കാൻ വിന്നബിൾ നേതാക്കളില്ല എന്ന് താങ്കൾ ഈ പറഞ്ഞതിന് അർത്ഥമുണ്ടോ ബി ഗോപാലകൃഷ്ണൻ? അല്ല, അങ്ങനെയാണോ CPM നിർത്തിയത്? അതുകൊണ്ടാണോ CPM-ന് എവിടെ നിന്നാൽ കേരളത്തിൽ എവിടെ നിന്നാലും രക്ഷയില്ല, പ്രഭാവത്തുള്ള ആളുകൾ നിന്നാൽ കിട്ടില്ല, CPM-ന് കൊള്ളാവുന്ന ആളുകൾ പാലക്കാടില്ല എന്ന് ആശ്മി സമ്മതിക്കുകയാണോ? അല്ല, ഞാൻ പറയുന്നത് അതിനുള്ള മറുപടി പാലക്കാട്ടെ ജനം കൊടുത്തു. ആകെ 900 വോട്ടിന് വർധനമാണ് അല്ല, കൊടുത്തത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറു ചോദ്യം ചോദിക്കുന്നത് ഇതിൽ തന്നെയാണല്ലോ. CPM അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി. ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അല്ലല്ലോ നിർത്തിയത്, ഞങ്ങളുടെ ചിഹ്നത്തിലാളെ നിർത്തി. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുഉത്തരം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. CPM അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, അതിനുത്തരമാണ് ഞാൻ പറഞ്ഞത്. അതിനുത്തരമാണ് ഞാൻ പറഞ്ഞത്. ജനം തള്ളി. ജനം തള്ളിയില്ലേ? ജനം ആകെ 900 വോട്ടാണ് ആദ്യം കൊടുത്ത്. കാര്യമില്ലാന്ന് ഞങ്ങൾ BJP എന്തോ ഒരു ഓഡിയോ പ്രശ്നം, ഞാൻ അങ്ങനെ എത്താം.